ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ കളയാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം വൈറ്റ് വിനീഗറാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കളർ ചേർക്കുന്നവർക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളർ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ സാധാ മുളക് പൊടി ഇടണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം സോയാ സോസാണ്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. ഞാൻ ബ്ലാക്ക് പെപ്പറാണ് ഇടുന്നത്. വൈറ്റ് പെപ്പർ ഉള്ളവർക്ക് വൈറ്റ് പെപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഞാൻ 2 അവർ വെച്ചിട്ടുണ്ട്. ഒരു മിനിമം ഹാഫ് അവറെങ്കിലും വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് എല്ലാം നല്ലപോലെ ചിക്കനിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഹാഫ് അവറെങ്കിലും മിനിമം വെക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചെടുത്തേക്കുന്നത്. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. വെള്ളമൊക്കെ ഒന്നങ്ങ് പോയി കഴിഞ്ഞിട്ട് ആ കോട്ടിങ്ങൊക്കെ അതിമൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ അതെ ഈ ടൈം ആകുമ്പോൾ ഞാൻ കോരങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സോസുകളൊക്കെ ചേർക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാട്ടോ സോസൊക്കെ ചേർക്കുന്നത്. ഞാൻ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാറില്ല. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ സോസുകളൊക്കെ ഒന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു 5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് കളറൊക്കെ ചേർക്കുന്നവരാണെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി കുറയ്ക്കുക കേട്ടോ. പിന്നെ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടീസ്പൂൺ ബാർബിക്യൂ സോസ് ഉള്ളവർ ഒഴിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഗാർലിക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഹാഫ് ഗ്ലാസ് കൂടി ഒഴിച്ചിട്ടാട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ കട്ടൊക്കെ ഇല്ലാതെ നീക്കി വെക്കും കേട്ടോ. പിന്നെ ദേ നമ്മുടെ ചില്ലി ചിക്കനിലേക്ക് വേണ്ടത് ക്യാരറ്റ് ഞാനൊരു മീഡിയം സൈസ് നീളത്തിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലില്ലേ, അതൊരു 4 എണ്ണം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഞാൻ ഗ്രീനും വൈറ്റും വേറെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്കില്ലേ, അത് രണ്ടും കൂടി 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സെലറിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ദേ ഞാൻ ആ സോസിലേക്ക് ഹാഫ് ഗ്ലാസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് നല്ലപോലെ കട്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് എടുക്കുന്നത് നമ്മളുടെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണോളം ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തം ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കോൺഫ്ലവറിലേക്കും എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കോൺഫ്ലവർ പെട്ടെന്ന് കട്ടായി പോവും. അപ്പം ഞാൻ കോൺഫ്ലവറിനും 1 ഗ്ലാസ് വെള്ളമാണ് 1 ടേബിൾ സ്പൂണിന് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളും അതുപോലെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഗ്രേവി വേണ്ടാത്തവർക്ക് അപ്പോൾ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ എടുക്കണ്ട, ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഹാഫ് ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ കേട്ടോ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സീസെയിം ഓയിലില്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിട്ടാൽ ഒരു നല്ല സ്മെല്ലുണ്ടാവാറുണ്ട് കേട്ടോ ചിക്കന്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അപ്പം ചില്ലി ചിക്കന് നല്ലൊരു സ്മെല്ല് വരും. അപ്പം ഞാനിതേ നമ്മുടെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് പിന്നെ റോസ്മെല്ല് പോയാൽ മതി കേട്ടോ. മുരിയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അതിന് ശേഷം ഞാൻ അതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് നമ്മുടെ വെല്ലുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഞാൻ
ക്യൂബ്സ് ആയിട്ട് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്, പകുതി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്യാപ്സിക്കല്ലേ, ക്യാപ്സിക്കം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ക്യാപ്സിക്കിൻ്റെ പകുതി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാൽ മതി കേട്ടോ, അതല്ലാതെ നല്ലപോലെ പിന്നെ ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാൽ മതി. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സോസൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതങ്ങ് എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ, അതൊക്കെ തന്നെ ഇതിലിടുന്ന് വേവായിക്കോളും, നമ്മൾ അത് സെപ്പറേറ്റ് ആക്കണ്ട. ഇപ്പം ഞാൻ ഉപ്പ് കുറവ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതേ ഞാനതൊന്ന് ബോയിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നും നമ്മൾ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഒക്കെ തന്നെ ആയിക്കോളും. അപ്പോൾ ഞാൻ ഒരു കുറച്ച് വെള്ളം കൂടി ഞാൻ ആ സോസിൻ്റെ ബൗളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ കോൺഫ്ലോർ ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതൊന്ന് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഷുഗറാണ്. 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാൻ സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോയാ സോസ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. സോയാ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ വെല്ലുള്ളി കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടില്ലേ, അതും ക്യാപ്സിക്കനും കുറച്ച് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് രണ്ടും ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്താൽ മതി. പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ചില്ലി ഞാൻ കട്ട് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, ഗ്രീൻ ചില്ലി, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.